ഇസ്രായേൽ വീണ്ടും ഒറ്റപ്പെടുകയാണോ? ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തന്ത്രങ്ങൾ പിഴയ്ക്കുന്നോ? ഗാസ സമാധാന കരാറുമായി ട്രംപ് മുന്നോട്ടു പോകുന്ന പശ്ചാത്തലം എങ്ങനെ ഉരുത്തിരിയുന്നു? ഇസ്രായേലിനെതിരെ 8 മുസ്ലിം രാജ്യങ്ങൾ രംഗത്ത് വരുന്ന സാഹചര്യം ഒരുങ്ങുകയാണ്. ട്രംപിന്റെ ഗാസ സമാധാന പ്ലാൻ തള്ളിയ ഇസ്രായേൽ കൂടുതൽ വ്യോമാക്രമണത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതിനിടയിലാണ് ഈ പ്ലാനുമായി മുന്നോട്ട് പോകുമെന്ന് അമേരിക്ക അസന്നിഗ്ധമായി വ്യക്തമാക്കുന്ന സാഹചര്യം ഒരുങ്ങുന്നത്. ഈജിപ്തിലെ കെയ്റോയിൽ US പ്രതിനിധികളുമായി ഈജിപ്ത്, ഖത്തർ, തുർക്കി പ്രതിനിധികൾ ചർച്ച നടത്തിയെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ചില ചർച്ചകളിൽ ഹമാസിന്റെ പ്രതിനിധികളും ഉണ്ടായിരുന്നുവെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുമ്പോൾ ഹമാസുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് അമേരിക്ക തയ്യാറാകുന്നു എന്നുള്ളത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അത് നെതന്യാഹുവിനെ ചൊടിപ്പിക്കുന്നത് ഒട്ടും ശരിയായ തരത്തിലായിരിക്കില്ല എന്നത് ഉറപ്പുമാണ്. TG സയ്യിദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. സയ്യിദ്, ചെറിയ കാര്യമല്ല. നേരത്തെ തന്നെ നെതന്യാഹു പ്രസിഡന്റായാൽ അതിനുള്ള തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് മുഖം തിരിച്ച ട്രംപ് ഇപ്പോൾ ഗാസ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് മുന്നിട്ടിറങ്ങുകയാണ്. ഇത് നെതന്യാഹുവിനെ, ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താനാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. രഞ്ജിത്ത്, തീർച്ചയായിട്ടും അസാധാരണ സാഹചര്യങ്ങളാണ് പശ്ചിമേഷ്യയിൽ രൂപപ്പെടുന്നത് എന്നതാണ് സാഹചര്യം. നമുക്കറിയാം, ഈ ഇസ്രയേലിനൊപ്പം നിന്നുകൊണ്ടാണ് അമേരിക്ക ഈ പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യങ്ങളിലെല്ലാം ഇടപെട്ടത്. ഹമാസിനെതിരായ പോരാട്ടത്തിലും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. പക്ഷേ ഗാസയെ ഒരു പ്രത്യേക പരിഗണനയോടെ ഗാസയിൽ ശാശ്വതമായ സമാധാനം എന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ പല നിർദ്ദേശങ്ങളോടും നെതന്യാഹുവും ഇസ്രയേലും വിയോജിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിയോജിപ്പുകളെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ അമേരിക്കയുടെ നീക്കം, ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കം. 9-ന് മുന്നോട്ട് വെച്ച ഗാസ സമാധാന പദ്ധതിക്ക് നെതന്യാഹു പരസ്യമായി തന്നെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ബദൽ നീക്കങ്ങൾ ട്രംപ് ആരംഭിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തൻ്റെ മരുമകനെ അടക്കം ദൂതനാക്കിക്കൊണ്ടുള്ള ട്രംപിൻ്റെ നീക്കം, ഈ നീക്കം പ്രധാനമായും മുസ്ലിം രാജ്യങ്ങളുടെ, പ്രധാനമായും തുർക്കി, ഖത്തർ, ഈജിപ്റ്റ് തുടങ്ങിയ 3 രാജ്യങ്ങളുടെ പ്രതിനിധികളും മധ്യസ്ഥരുമായുള്ള ചർച്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ ചർച്ചകൾ അതിനിർണായകമായിരുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഹമാസിന്റെ ചില ദൂതന്മാർ കൂടി ഇതിൽ ഉൾപ്പെട്ടിരുന്നു എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ ബദൽ ഒരു സമാധാന പദ്ധതിയുമായി അമേരിക്കയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നു. അതിന് ഇസ്രയേലിന്റെ വിരുദ്ധ ചേരിയുടെ പൂർണ്ണ പിന്തുണയുണ്ടാവുന്നു എന്നതാണ് സാഹചര്യം. ഫലത്തിൽ അത് ഇസ്രയേലിനെ ഒറ്റപ്പെടുന്ന സാഹചര്യം കൂടിയായി മാറുകയും ചെയ്യുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ നിർണായകമാവുന്ന മറ്റൊരു നീക്കം കൂടി നടക്കുന്നുണ്ട്. അത് ഈ ട്രംപിൻ്റെ മരുമകനടക്കമുള്ള ദൂതന്മാർ, അമേരിക്കയുടെ ദൂതന്മാർ വീണ്ടും നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ച കൂടി നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ബദൽ നീക്കം നടത്തിയ ശേഷമുള്ള ഈ കൂടിക്കാഴ്ചയ്ക്ക് എന്ത് ഫലമുണ്ടാകുമെന്ന പ്രധാനപ്പെട്ട വിഷയം കൂടി ഉയർന്നു വരുന്നുണ്ട്. ഈ സമാധാന പദ്ധതിയിൽ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകൾ ഇങ്ങനെയാണ്. അതായത് ഈ വിഷയത്തിൽ ഗാസയിൽ സൈനിക നീക്കങ്ങൾ പൂർണ്ണമായും ഇസ്രയേൽ നിർത്തിവെക്കണമെന്ന അമേരിക്കൻ ആവശ്യമുണ്ട്. ആവശ്യത്തോട് നെതന്യാഹു ഒരു അർത്ഥത്തിലും സഹകരിക്കുന്നില്ല. അതേസമയം ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറണമെന്ന മറ്റൊരു ആവശ്യം, അതിനോടും സഹകരിച്ചിട്ടില്ല. ഹമാസിനോട് ആയുധങ്ങൾ വെച്ച് കീഴടങ്ങണമെന്ന ആവശ്യമുണ്ട്. ഒപ്പം തന്നെ പുതിയൊരു സിവിലിയൻ പാലസ്തീൻ ഭരണകൂടത്തിന് കീഴിൽ ഗാസയെ കൊണ്ടുവരിക എന്ന മറ്റൊരു നിർദ്ദേശം കൂടിയുണ്ട്. അപ്പോൾ ഇതിനൊന്നും, ഈ സമാധാന പദ്ധതിക്ക് ഒന്നും ഇതുവരെയും ഇസ്രയേൽ വഴങ്ങുന്നില്ല എന്നതാണ് സാഹചര്യം. നെതന്യാഹു വഴങ്ങിയിട്ടില്ല. അപ്പോൾ രൂപപ്പെടുന്ന സാഹചര്യം മറ്റൊന്നാണ്. അതുകൊണ്ടുകൂടിയാണ് ഒരു ബദൽ നീക്കത്തിന് ഡൊണാൾഡ് ട്രംപ് തയ്യാറാവുന്നത് എന്നതാണ് സാഹചര്യം. ഇസ്രയേലിൽ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും ഉൾപ്പെടുന്ന ഒരു വലിയ ചേരി, അതിൻ്റെ ദുർബലാവസ്ഥ നമ്മൾ ഈ പശ്ചിമേഷ്യയിൽ ഇറാൻ അമേരിക്ക പോരിനിടയിൽ കാണുകയും ചെയ്തു. അതിൻ്റെ ഒരു പുതിയ പ്രതിഫലനം കൂടിയാണ് ഇപ്പോൾ രൂപപ്പെടുന്നത്. ഗാസയിലെ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുന്ന സാഹചര്യവും അതാണ്. തീർച്ചയായും സയ്യിദ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.